ഹായ് ഫ്രണ്ട്സ്, വണ്ടത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ ഒരു ഓഫർ സെയിലായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല. മാക്സിമം 2-3 പ്ലാന്റ് അത്രമാത്രം നമ്മുടെ ഉള്ളത്. എല്ലാത്തിലും നമ്മുടെ കയ്യിൽ ലാസ്റ്റ് സ്റ്റോക്ക് വരുന്നതും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ സെയിലിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാറ്റലോഗിൽ വെച്ച് നോക്കുമ്പോൾ ഇതിലത്തെ റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. കാറ്റലോഗിൽ നമ്മൾ പ്ലാന്റ്സിൽ റേറ്റ് കൊടുത്തിരിക്കുന്നതിൽ സൈസ് അനുസരിച്ചിട്ടാണ്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. ഇപ്പോൾ ബിഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഷോർട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് എനിക്ക് തോന്നുന്നൊരു 10-12 വെറൈറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഓഫർ സൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലത്തെ പ്ലാന്റ്സ് നിങ്ങൾ കാറ്റലോഗിൽ നോക്കണ്ട, കാരണം ഈ റേറ്റിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നഴ്സറിയിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഏതെങ്കിലും പ്ലാന്റ്സ് ഇപ്പോൾ മാറ്റി വയ്ക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തി ബൈപ്പാസ് നിയർ മയൂര ബാർ ഹോട്ടലാണ്. ഡയറക്റ്റ് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷനും റൂട്ട് മാപ്പും വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കൊറിയർ അയക്കുന്നത് DDDC, സ്പീഡ് പോസ്റ്റ്, സ്പീഡ് ആൻഡ് സേഫ്, പ്രൊഫഷണൽ വഴിയാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. നമുക്ക് ബൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫുൾ പ്ലാന്റ്സ് ഹൈറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ KSRTC റെയിൽവേ പാർട്ട് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവാണ് KSRTCയിലൊക്കെ അയക്കുമ്പോൾ. കാരണം നമുക്കിപ്പോൾ 2-3 ദിവസത്തായിട്ട് സ്ഥിരം നമുക്ക് ഫുൾ പ്ലാന്റ്സിൻ്റെ ഓർഡർ ആയിരുന്നു. സോ നമുക്ക് KSRTC ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് നമുക്ക് ബെറ്റർ അയക്കാൻ പറ്റുക. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ അടുത്തുള്ള സ്റ്റാൻഡിൽ പോയിട്ട് പാഴ്സൽ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ഹോം ഡെലിവറി അവൈലബിൾ അല്ല. വീട്ടിലേക്ക് എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചൂസ് ചെയ്യാൻ നല്ലത് സ്പീഡ് പോസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൽ നമുക്ക് ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് അയക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ റിമൂവും ചെയ്യാണ്ട് നമുക്ക് പ്ലാന്റ് അങ്ങനെ തന്നെ എത്തണമെങ്കിൽ പെറ്റ് സർവീസ്, അങ്ങനൊരു കൊറിയർ സർവീസ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പ്ലാന്റ്സ് അയക്കാം. കമ്പാരിറ്റ് നമുക്ക് ഓരോന്നും ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും വരിക. നമുക്ക് ആഫ്റ്റർ പാക്കിങ് മാത്രമാണ് കറക്റ്റ് ഓരോന്നിൻ്റെ ചാർജ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് നോക്കിയാലോ, ഒരു 10 പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒറ്റ ബോക്സിൽ അയക്കാം. ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് 70 ആണ്. അതർ സ്റ്റേറ്റ് ഇപ്പോൾ തമിഴ്നാട്, കർണാടകയൊക്കെ ആണെങ്കിൽ 100, മഹാരാഷ്ട്ര, ഗോവ, UP അങ്ങനെയൊക്കെ ആണെങ്കിൽ 250 ആണ് മിനിമം റേറ്റ് വരുന്നത്. ഇത് നമുക്ക് സ്പീഡ് പോസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷനിലൊക്കെ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ആ പ്രൊഫഷനിലൊക്കെ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് കമ്പാരിറ്റീവ്ലി ചാർജ് കുറച്ച് കുറവാണ്. പിന്നെ കാട്ടിത്തരാം ഓരോ പ്ലാന്റ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി, പിങ്ക് വാലന്റൈൻ ആണ്. അത്യാവശ്യം നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 130 ആണ് റേറ്റ് വരുന്നത്. 130 രൂപ. വിത്ത് പോട്ട് അയക്കണേ അങ്ങനെ അയക്കും. കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം പോട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണോ നിങ്ങളുടെ നീഡ്സ് അതനുസരിച്ച് നമ്മളിവിടുന്ന് പാക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് പിങ്ക് വാലൻ്റെ 130 ആണ് റേറ്റ് വരുന്നത്. 130 രൂപ. നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഗ്രീൻ ഐസ് ആണ്. ഇതിൽ ശരിക്കും ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരും. ഇപ്പോൾ ഇതിൽ ഷെയ്ഡ് കുറവാണ് കേട്ടോ. പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്, അത്ര വലിയ സൈസല്ല, ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് വലിയ പ്ലാന്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. നമ്മുടെ ഒരു കൈപ്പത്തിനേക്കാൾ, എൻ്റെ ഒരു കൈപ്പത്തിനേക്കാളും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ലീഫൊക്കെ ഉണ്ട്. റേറ്റ് വരുന്നത് 150, 150 രൂപ. ഇത് പിങ്ക് വാലൻ്റൈൻ്റെ ഒരു പ്ലാന്റിനാണ് കേട്ടോ. ഇത് റേറ്റ് വരുന്നത് 180, 180 രൂപ. ഇതിൽ 3-4 ഷൂട്ടൊക്കെ വരുന്ന നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്. കുറച്ച് കോമൺ വെറൈറ്റി ആണ് കേട്ടോ, കുറച്ചല്ല, കോമൺ ആണ്. ഇതിനും വാലൻ്റൈൻ എന്നാണ് പറയുക. നമ്മൾ ഫസ്റ്റ് കട്ട് ഈ ഒരു പ്ലാന്റിനും നമ്മളിവിടെ പറയുന്നത് വാലൻ്റൈൻ തന്നെ കേട്ടോ. റെഡ് വാലൻ്റൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രണ്ടിനും സൈസ് അല്ല, ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇത് കണ്ട് ഇതിങ്ങനെ ഡോട്ടൊക്കെ ആയിട്ട് വരുന്നത്. ഇതിങ്ങനെ പ്യുവർ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഗ്രീൻ ഷെയ്ഡ് കുറവാണ്. ഇതതുപോലെ തന്നെ കുറച്ച് നേരോ ലീഫാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹാങ് 200 ആണ് റേറ്റ് വരുന്നത്. നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ 250ൻ്റെയും 300ൻ്റെയും ബിഗ് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലത്തെ പ്ലാന്റ്സ് കുറച്ച് എടുത്തിട്ട് ബാക്കി കാറ്റലോഗിൽ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം കേട്ടോ. ഹാങ്കർ നല്ല ഭംഗിയുള്ള പ്ലാൻ, നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിൻ്റെ, കണ്ട നല്ല ഭംഗിയാണ് ഡയറക്റ്റ് നേരിട്ട് കാണാനായിട്ട്. 200 ആണ് റേറ്റ്, 200 രൂപ. പിന്നെ നെക്സ്റ്റ് വരുന്നത് തായ്ലൻഡ് റെഡ് ആണ്. ഇത് ഷെയ്ഡ് കുറവാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇട്ടിരുന്നു, ഷെയ്ഡ് കുറവായിട്ടുള്ളതിൽ. 170 ആണ് റേറ്റ് വരുന്നത്. എയർ ഷെയ്ഡായി വരുന്നതേ ഉള്ളൂ, 170 രൂപ. പിന്നെ നെക്സ്റ്റ് സ്റ്റാർഡസ്റ്റ്, റെഡ് സ്റ്റാർഡസ്റ്റ് ആണ്. ഇതിങ്ങനെ സ്ക്വയർ പോട്ടിലാണ് വരുന്നത്. 140 ആണ് റേറ്റ്, 140 രൂപ. ഇതിൻ്റെ തന്നെ നമ്മുടെ ഒരു 5-6 പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ പലതും പല സൈസാണ്. ഇത് അത്യാവശ്യം കണ്ട ഒത്തിരി ലീഫൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ്. ഇതും തായ്ലൻഡ് റെഡിൻ്റെ വേറൊരു പ്ലാന്റാണ്. സെയിം റേറ്റ് തന്നെയാണ്, 170 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി മഹാശക്തിയുടെ പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 230 ആണ് റേറ്റ്. നമ്മുടെ കാറ്റലോഗിൽ നമുക്കിനി ഒരു പ്ലാന്റ് സെയിലിനുണ്ടാവില്ല, ഫുള്ള് നമ്മുടെ കയ്യിൽ സോൾഡ് ഔട്ടാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ തന്നെ ഈ റേറ്റിൽ നമുക്ക് വേറൊരു എക്സ്ട്രാ ഒരു പ്ലാന്റ് കൂടി അവൈലബിൾ ആണ്. 230. ഇതും ഹാങ്ങിൻ്റെ വേറൊരു പ്ലാന്റാണ്. 200 ആണ് റേറ്റ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കാട്ടിയ പിങ്ക് വാലൻ്റൈൻ്റെ സെയിം പ്ലാന്റിനാണ് കേട്ടോ. 130 ആണ് റേറ്റ് വരുന്നത്. ഇത് ഐസ് ക്യാൻഡിയുടെ പ്ലാന്റാണ്. ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയിട്ട് മിക്സ് ചെയ്ത് തരുന്ന പ്ലാന്റാണ്. 220 ആണ് റേറ്റ്. നമ്മുടെ കയ്യിൽ ഒറ്റ പീസിനുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നോഡ് കട്ട് ചെയ്തിട്ട് 2 പ്ലാന്റായിട്ട് നമുക്ക് മാറ്റാം. കമ്പാരിറ്റീവ്ലി ഞാൻ മുന്നിൽ കാണിച്ച പ്ലാന്റിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ നല്ല സൈസുണ്ട്. പിന്നെ നെക്സ്റ്റ് പേൾ ഓഫ് മെലോയുടെ 2 പ്ലാന്റ് ഉണ്ട്. ഈ ഒരു ഐറ്റവും നമ്മുടെ കയ്യിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ കാറ്റലോഗിൽ നമുക്കിനി ഇത് ഞാൻ സോൾഡ് ഔട്ട് കാണിക്കുകയാണ്. ലാസ്റ്റത്തെ പ്ലാന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഈ ഓഫറിന് കൊണ്ടുവന്നത്. 220 ആണ് റേറ്റ്. നമ്മൾ 300-നാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 220, 220 രൂപ. നെക്സ്റ്റ് വെറൈറ്റി ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റാണ്. 180 ആണ് റേറ്റ്, 180 രൂപ. ഇത് നമ്മുടെ ലെമൺ ഉണ്ടല്ലോ, ലെമണിൻ്റെ തന്നെ നേരോ ലീഫ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. 180, 180 ആണ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പ്ലാന്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ബേബി പ്ലാന്റും കൂടി വരുന്നുണ്ട്. ഇതാണ് ലെമണിൻ്റെ പ്ലാന്റ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നാരോ ലീഫാണ് ഈ ഒരു പ്ലാന്റ്. ലൈറ്റ് ഒരു വൈറ്റ് അല്ല, ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്, ഗ്രീനിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു പ്ലാന്റാണ്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി പിങ്ക് അറോറയാണ്. 250 പ്ലാന്റാണ്. ഇത് നമ്മൾ കാറ്റലോഗിലുള്ള സെയിം റേറ്റിനാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്. ഇത് 2 പ്ലാന്റ് വരുന്നുണ്ട്. 250 ആണ് റേറ്റ്. ലാസ്റ്റ് വെറൈറ്റി ബ്ലാക്ക് പന്തീരാണ്. ഫുള്ള് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. 200 ആണ് റേറ്റ്, 200 രൂപ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. ബൈ.